ബാർക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ റിസൾട്ട് കാണണമെന്ന് പറഞ്ഞില്ലേ, നമുക്ക് എങ്ങനെയാണ് റിസൾട്ട് എന്ന് നോക്കിയാലോ. നമസ്കാരം, എല്ലാവർക്കും ഇൻഫോട്രീലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ തളിരിലകളെ വളർത്തിയെടുക്കേണ്ടതെന്നും അതിനെ പരിപാലിച്ച് നേരെയാക്കി എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ നമ്മുടെ ചാനലിൽ മെമ്പറാവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കിട്ടും, നിങ്ങൾക്ക് നല്ല അറിവുകൾ തരുന്ന വീഡിയോസ് കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു 22 ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മുളച്ച് സെറ്റായിട്ടുണ്ട്. ഞങ്ങളുടെ പ്ലാന്റ്സിൻ്റെ സപ്ലൈ ഒക്കെ ഉള്ളത് കാരണം നമുക്കതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതാണ് സത്യം. അപ്പോൾ കുറച്ച് അധികമായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിനി ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഇലകളെ നമ്മൾ നല്ല ഹ്യൂമിഡിറ്റിയിൽ വളർത്തിയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്കൊന്ന് റിലീസ് ചെയ്ത് വിടണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് കവർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇത്രയും നാളും അത് വളർന്നത് ഈ കവറിനുള്ള ഹ്യൂമിഡിറ്റിയിൽ നിന്നായിരുന്നു. ഇനിയാണ് അത് അന്തരീക്ഷ ഊഷ്മാവിലേക്ക് മാറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കി നോക്കാം. നമുക്ക് ഈ കവറിനെ പതിയെ ഒന്ന് അഴിച്ചു മാറ്റാം. ഇപ്പോൾ അഴിക്കാനൊന്നും നിൽക്കുന്നില്ല, കവറിനെ കട്ട് ചെയ്തങ്ങ് മാറ്റിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കവറിന് നമുക്ക് ആവശ്യമില്ല, കാരണം ഇനി ഈ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഇലകൾക്ക് വളരാൻ പറ്റില്ല. കാരണം ഇലകൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ അപ്പോൾ നമ്മൾ കവർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി എന്താണെന്ന് വെച്ചാൽ ആ കവറിനെ പതിയെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. എങ്ങനെയാണ് ഇതിനുള്ളിലുള്ള ആ റിസൾട്ട് വന്നേക്കുന്നത് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. എല്ലാ ഇലകളും തിങ്ങി നിറഞ്ഞ് കണ്ടോ എങ്ങനെയുണ്ട്. അതായത് ഉപയോഗയോഗ്യമല്ലാതിരുന്ന മാവിനെയാണ് നമ്മൾ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്തത്. 4 വെറൈറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 4ഉം അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ഡ്രോബാക്ക് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈമിന് ഇത് ചെയ്യണമായിരുന്നു. ഇതിപ്പോൾ കുറച്ചധികം വളർന്നതുകൊണ്ട് ഇതിൽ 2-3 ഇനങ്ങൾ അടിയിലേക്ക് പോയി. അതായത് ഇത് ഇവിടേക്ക് വരും, ഇത് അടുത്തേക്ക് വരും. ഇതിൽ ഈ ഇനത്തിന് വളരാൻ പറ്റാതെ ആയിപ്പോയി. ഇത് കണ്ടോ, അതിന് വളരാൻ പറ്റാത്ത രീതിയിൽ ഇല തിങ്ങി നിറഞ്ഞു പോയി. പിന്നെ ഒരു ഇനത്തിൻ്റെ ഇല അടിയിലേക്ക് ആയിപ്പോയി. അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരു ബ്രാഞ്ചിൽ തന്നെ 3-4 ഒക്കെ ഒന്ന് മുളച്ച് പൊട്ടിയൊക്കെ കേട്ടോ. കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇതുപോലെയൊക്കെ ചെയ്ത് നമുക്ക് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ഈ കമ്പുകളെയും കൂടെ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇനി ഈ കമ്പുകൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് കുറച്ചുകൂടെ ഉയരത്തിലുള്ള കമ്പുകളാണ് ആവശ്യം. നമുക്കിതിനെ അങ്ങ് മാറ്റിയതിന് ശേഷം ഉയരത്തിലുള്ള കമ്പുകൾ വെച്ച് കെട്ടിക്കൊടുക്കാം. കമ്പുകളെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഇവിടുത്തെ കെട്ട് ഒരിക്കലും അഴിക്കരുത് കേട്ടോ. കാരണം ഈ കെട്ടാണ് ഈ ഇവിടെയുള്ള ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തിനെ പിടിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ കെട്ട് ഒരിക്കലും അഴിക്കാൻ പാടില്ല. അത് അഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കാറ്റടിക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇവിടെ ഈ ഭാഗം ഇളകി പോവുകയും അടർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് അതുപോലെ തന്നെ കെട്ടി നിർത്തണം കേട്ടോ. നമുക്ക് അതിനെ ഒന്ന് കെട്ടി നിർത്താം. അപ്പോൾ അതിനൊന്ന് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ 4 ഇനങ്ങളാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. 4 ഇനങ്ങൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. പക്ഷെ അത് തിങ്ങിപ്പോയിട്ടുണ്ട്. അത് ഈ കവറിനുള്ളിൽ നിന്നത് കൊണ്ടാണ് തിങ്ങിപ്പോയത്. പക്ഷേ ഈ കവർ മാറ്റിയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ മുകളിലേക്ക് പോയി നല്ല രീതിയിൽ വളർന്നേനെ. നമ്മളീ തിരക്കൊക്കെ കാരണം നമുക്ക് വീഡിയോസ് കൃത്യമായിട്ട് ഇടാൻ പറ്റുന്നില്ല ഇപ്പോൾ. അപ്പോൾ എന്താണെങ്കിലും ആദ്യം വന്ന് നോക്കിയത് ഇതിൻ്റെ റിസൾട്ട് എന്തായെന്ന് ഉള്ളതായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നതല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ആ ഒരു അന്തരീക്ഷ ഊഷ്മാവിൽ സെറ്റായിരിക്കട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് അടിച്ചു കൊടുക്കാനുള്ള പെസ്റ്റിസൈഡ് നമുക്ക് തയ്യാറായി കൊണ്ടുവരാം. ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, 2 കൊമ്പായിട്ടാണ്, അതായത് 2 ബ്രാഞ്ചുകളാണ് ഈ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. അങ്ങനെ വളരെ നല്ല തിക്കായിട്ടുള്ള രീതിയിൽ വളർന്ന് വന്നിട്ടുണ്ട്. വളരെ സന്തോഷകരമായിട്ടൊരു ദിവസമാണ്. നമ്മൾ ചെയ്ത ഗ്രാഫ്റ്റൊക്കെ സക്സസ് ആകുന്നതെന്ന് പറയുമ്പോൾ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നേടിയെന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെയാണ്. നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനെ അന്തരീക്ഷ ഊഷ്മാവിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇത്രയും നാൾ ഇത് ആ കവറിനുള്ളിൽ നിന്നായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. ഇതുപോലെ കവറിനുള്ളിൽ നിന്നായിരുന്നു വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കവറിനുള്ളിൽ നിന്നും അന്തരീക്ഷ ഊഷ്മാവിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചു. ഇവിടെയൊക്കെ കൂടുതലും പച്ചപ്പും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. പ്രാണികൾ വന്ന് പെട്ടെന്ന് ഇതിൻ്റെ നീര് ഊറ്റി കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വളർന്ന് വരുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഇതിനേക്കാളും വലിപ്പമുള്ള ഒരു കവർ കൂടെ കൊടുത്ത് ഏകദേശം ഇത്രയും പൊക്കത്തിന് ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു.
അതിന് പ്രകാരം വീണ്ടും നമ്മൾ 3 കമ്പുകൾ ഉയർത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈ 3 കമ്പുകളൊന്ന് ചുറ്റിക്കെട്ടി റെഡിയാക്കി എടുക്കട്ടെ. അതിനുശേഷം എങ്ങനെയാണ് വീണ്ടും കവറിടുന്നതെന്ന് നമ്മൾ പറയാം. ഇപ്പം നമ്മൾ പെസ്റ്റിസൈഡൊന്നും അടിക്കുന്നില്ല. കാരണം ഇത് ഓപ്പണായിട്ട് വിടുകയാണെങ്കിൽ മാത്രമേ ഇതിൽ പെസ്റ്റിസൈഡ് അടിച്ച് നീരൂറ്റി കുടിക്കുന്ന ജീവികൾ വന്ന് ഇതിനെ ആക്രമിക്കാതിരിക്കാൻ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഇതിനുള്ളിൽ ഇനി ഒരു ജീവികളും വരത്തില്ല. വീണ്ടും അതേ പ്രൊസീജിയർ തന്നെ. ഇപ്പോൾ ഇട്ടിരുന്നതിനേക്കാളും വലിയൊരു കവറാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അത് ഇട്ട് നമുക്കിതിനൊന്ന് നല്ല രീതിയിൽ ചുറ്റിയെടുക്കാം. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, ഇവിടെ നമ്മൾ വെള്ളം ഇറങ്ങാതിരിക്കേണ്ട വാക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗം വേറെ ഒരു തരത്തിലും ഒന്നും പറ്റാതിരിക്കാനായിട്ട് നമ്മൾ റബ്ബർ കോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. റബ്ബർ കോട്ട്, നമ്മുടെ റബ്ബർ കോട്ട് പറയുമ്പോൾ റബ്ബറിന് പണ്ട് കാലങ്ങളിൽ എന്താ പറയുക, തടികൾക്ക് ചീക്ക് രോഗം വരാതിരിക്കാൻ അടിച്ചു കൊടുക്കുന്ന ഭാഗമാണ് റബ്ബർ കോട്ട്. ഇത് കണ്ടോ, വെള്ളമൊന്നും ഇവിടെ ഇറങ്ങിയാലോ ഒന്നും അതിനകത്തേക്ക് ഇറങ്ങുകയൊന്നുമില്ല. അതിങ്ങനെ സേഫാണ്. നമ്മൾ ഫുള്ള് റബ്ബർ കോട്ട് അടിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലേക്ക് ഒരിക്കലും വെള്ളമൊന്നും ഇറങ്ങില്ല എന്നാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇത് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടെ തന്നെ കവറിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ എല്ലാ വളർന്ന് വന്ന് പറ്റുകയാണെങ്കിൽ ഇതിനെ കായ്പ്പിക്കുന്നവരുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. ഇത് കാണുമ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മാവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് സ്വന്തമായിട്ട് ചെയ്യാം. ആരുടെ സഹായം ആവശ്യമില്ല. ഞാൻ ചെയ്യുന്നത് മാതിരി സിമ്പിളായിട്ട് ചെയ്യാം. ഇതുപോലെ ചെയ്താൽ മതി. ചിലപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടിയില്ല എന്ന് വരാം. എന്തായാലും നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അടിവശം ഉണ്ടല്ലോ, വീണ്ടും കട്ട് ചെയ്യുക, അവിടെ ചെയ്യുക. അങ്ങനെ ചെയ്തതിൽ റിസൾട്ട് കിട്ടുമെന്നേ. ഒരാളെ വിളിച്ച് ചെയ്യണമെങ്കിൽ എത്രയോളം രൂപ ഇതിനകത്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. അതിനേക്കാളും നല്ലത് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം വരുത്തുക, ധൈര്യമായിട്ട് ചെയ്യുക, വിജയിക്കുക എന്നുള്ളൊരു ഉറപ്പ് വരുത്തുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കെട്ടേണ്ടതെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബാർക്ക് ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ നമ്മുടെ പേജിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കയറി കാണാൻ ശ്രമിക്കുക. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ഇതുവരേക്കും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് കിട്ടും. അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമാകും കേട്ടോ. 3 നല്ല ഉണങ്ങിയ കമ്പുകൾ എടുക്കുക. ഇതുപോലെ പൊക്കത്തിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ പൊക്കത്തിലുള്ള ഇതിൻ്റെ മേലെ കൂടെ നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് കവർ നമ്മൾ ഇതിനകത്ത് ഇടുന്നതാണ്. അതിന് പ്രത്യേക സമയമൊന്നുമില്ല. നമുക്ക് അത് മെച്ചറായി എന്ന് തോന്നുന്ന വരെയാണ് ഒരു സംരക്ഷണം തീർക്കുകയാണ്. പെസ്റ്റുകളിൽ നിന്നും പിന്നെ എന്താ പറയുക, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പോളി ഹൗസിനുള്ളിൽ വെച്ച് വളർത്തുന്നത് പോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. ആ പ്രോസസ്സാണ്. നമുക്കിതൊന്ന് ചെയ്തു കൊടുക്കാം. കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുകളിലേക്ക് കവർ ഇടാം. എടുത്തിട്ടുള്ളത് വലിയൊരു കവറാണ്. ഈ കവറ് നല്ല ഹൈറ്റിലുള്ളതാണ്. നമുക്കിതിൻ്റെ വളർച്ച ഉണ്ടാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ കവർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുകളിൽ നിന്നും ഈ കവറിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഇലകൾ നശിച്ചു പോകാതെ സംരക്ഷിക്കപ്പെടാനായിട്ട് ഒരു സംരക്ഷണ വലയം മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. കുറച്ചുകൂടെ വലിപ്പം ആയി അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ പൊക്കം വെച്ച് കുറച്ചുകൂടെ കരുത്തായതിനു ശേഷം നമ്മളിത് വീണ്ടും മാറ്റി കൊടുക്കുന്നതാണ്. അത് എത്ര ദിവസത്തിനുള്ളിലാണ് അങ്ങനെ ആവുന്നത് എന്ന് നോക്കി വേണം ചെയ്യാനായിട്ട്. ഒരു പ്രത്യേക ടൈമൊന്നും നമ്മൾ കാണുന്നില്ല. നമുക്ക് ഇത് സേഫായി എന്ന് തോന്നുന്ന സമയം വരെ അതിനെ ഒന്ന് ആക്കിയതിന് ശേഷം നമുക്ക് മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ താഴേക്കൊന്ന് നല്ല രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാം. നമ്മൾ ആദ്യകാലങ്ങളിൽ ചെയ്തത് മാതിരി താഴ്വശം ഒരുപാട് ടൈറ്റായിട്ട് കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്രാവശ്യം നമ്മളൊരു സംരക്ഷണം കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് വെറുതെ ഒരു താഴ്ഭാഗം മാത്രം വെറുതെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ടൈ ചെയ്ത് അവിടെ നിർത്താം കേട്ടോ. സ്റ്റോപ്പ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ടേപ്പ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് അല്ല. ഈ ടേപ്പ് എല്ലാ പ്ലാസ്റ്റിക് വിൽക്കുന്ന ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. വളരെ കട്ടി കുറവാണ്. ഗ്രാഫ്റ്റിംഗ് ടേപ്പ് പോലെ തന്നെ ഉണ്ടാവും. നമുക്ക് കെട്ടേണ്ട ആവശ്യമൊന്നും വരില്ല. ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റിയിരിക്കുന്ന ടൈപ്പിലുള്ള ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2ാമത്തെ സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കുന്നതിനേക്കാളും ഓരോരോ സ്റ്റേജായിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഇപ്പം നമ്മൾ 3ാമത്തെ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു കൺജസ്റ്റഡ് അവസ്ഥയിലാണ് ഉള്ളത്. പക്ഷേ എന്നിരുന്നാലും ഇത് വളർന്നു വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റേജിലെ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ ഇതുവരേക്കും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞു ഇന്നത്തെ വീഡിയോ എൻ്റെ പേയാണ്. താങ്ക് യു സോ മച്ച്.